എല്ലാവർക്കും നമസ്കാരം. പിങ്കീസ് ടെറസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീട്ടിലെ ഫർണിച്ചറുകൾ, പ്രത്യേകിച്ച് മരത്തിൻ്റെ ഫർണിച്ചറുകളൊക്കെ ആണെങ്കിൽ കുറച്ച് നാൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിൻ്റെ കളറൊക്കെ മങ്ങാറുണ്ട്. അതിൻ്റെ ആ ഉടൻ പോളിഷൊക്കെ ഒന്ന് മങ്ങും. അപ്പോൾ നമുക്കിന്ന് ഫർണിച്ചറുകൾ നല്ല പള വെട്ടിത്തിളങ്ങുന്ന രീതിയിലാക്കാനുള്ളൊരു സൂത്രം നോക്കാം. പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കുന്ന ഈ സൂത്രം കൊണ്ട് നമ്മുടെ വുഡൻ ഫർണിച്ചറുകൾ, ഡോറ്, ജനൽ അതുപോലുള്ളതൊക്കെ വെട്ടിത്തിളങ്ങുന്ന രീതിയിലേക്ക് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് അധികം താമസിയാതെ തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. ഫർണിച്ചറൊക്കെ പോളിഷ് ചെയ്തെടുക്കാനുള്ള സൂത്രം തയ്യാറാക്കാം. അപ്പോൾ അത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു സ്പ്രേ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. സ്പ്രേ ബോട്ടിൽ ഉണ്ടെങ്കിൽ എടുക്കുക, ഇല്ലെങ്കിൽ ഒരു സാധാരണ ഒരു പാത്രം എടുത്താലും മതി. ഇനി ഈ സ്പ്രേ ബോട്ടിലേക്ക് നമുക്ക് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. അപ്പം ഞാനിവിടെ ഒരു 1/4 കപ്പ് അളവിലാണ് ഒലിവ് ഓയിൽ എടുത്തിരിക്കുന്നത്. ആ ഒലിവ് ഓയിൽ ഞാൻ ഈ സ്പ്രേ ബോട്ടിലിൻ്റെ ഉള്ളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വിനാഗിരിയാണ്. അപ്പോൾ വിനാഗിരി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് 1/2 കപ്പ് അളവിലാണ്. അപ്പോൾ നമ്മൾ 1/4 കപ്പ് അളവിലാണ് ഒലിവ് ഓയിൽ എടുത്തിരിക്കുന്നത്. അതിൻ്റെ നേരെ ഇരട്ടി അളവിൽ വേണം വിനാഗിരി എടുക്കാനായിട്ട്. ഈ 2 സാധനങ്ങൾ മാത്രം മതി നമ്മുടെ ഈ വുഡൻ പോളിഷ് തയ്യാറാക്കാനായിട്ട്. ഇനിയിപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ ഒലിവ് ഓയിലിന് പകരമായിട്ട് നമ്മുടെ സാധാരണ വെളിച്ചെണ്ണ ഉപയോഗിക്കാവുന്നതാണ്. ഏകദേശം ഒലിവ് ഓയിലിൽ അത്രയും തന്നെ ആ ഒരു എഫക്റ്റ് വെളിച്ചെണ്ണയ്ക്ക് കിട്ടും. എന്നാലും പക്ക ഫിനിഷിങ് കിട്ടണമെങ്കിൽ ഒലിവ് ഓയിൽ തന്നെ വേണം. പക്ഷേ ഏറെക്കുറെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് വെളിച്ചെണ്ണയും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് വുഡൻ പോളിഷ് തയ്യാറാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഇനി ഇത് ജസ്റ്റ് ഒന്ന് നമ്മളുടെ ഫർണിച്ചറുകൾ, അതുപോലെ ഡോറ്, ജനൽ ഒക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു മൈക്രോ ഫൈബറിൻ്റെ തുണി ഉണ്ടെങ്കിൽ അത് വെച്ച് തുടച്ചു കൊടുക്കുക. ഇല്ലെങ്കിൽ ഒരു ബനിയൻ്റെയൊക്കെ ക്ലോത്ത് ഉണ്ടല്ലോ, അങ്ങനത്തെ ബനിയൻ തുണി വെച്ചിട്ട് തുടച്ചെടുത്താലും മതി. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് നഷ്ടപ്പെട്ട തിളക്കം വീണ്ടെടുക്കാൻ പറ്റുന്ന നല്ലൊരു സൊല്യൂഷനാണിത്. ഇത് നമുക്ക് വേണമെങ്കിൽ കട്ടിലുകൾ പോളിഷ് ചെയ്യാനും ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ നിങ്ങൾ സോഫയൊക്കെ ഇത് വെച്ചിട്ട് തുടച്ചെടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. കുഷ്യനുള്ള സോഫയാണെങ്കിൽ ആ കുഷ്യൻ്റെ ഭാഗത്തേക്ക് ഇതാവാതിരിക്കാനായിട്ട് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. മരത്തിൻ്റെ ഭാഗം മാത്രം ഇതുപയോഗിച്ച് തുടച്ചെടുക്കുക. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പറയാനും മറക്കരുത്. ഇനി അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.